ഇപ്പോൾ നമ്മുടെ 24 ഹവേഴ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ വർക്കൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, എല്ലാം നല്ല രീതിക്ക് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാം അല്ലേ. ഓക്കെ, കണ്ടോ, നല്ല ഫിനിഷിങ്ങോട് കൂടെ തന്നെ നമുക്ക് ഇത് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് ലെയർ ഒഴിക്കുമ്പോൾ നമുക്ക് 12 ഹവേഴ്സ് മതി, ധാരാളമാണ്. പക്ഷേ സെക്കൻഡ് ലെയർ നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പം എന്ത് ചെയ്യാം, 24 ഹവേഴ്സ് കഴിയാതെ ഡിമോൾഡ് ചെയ്തെടുക്കരുത് കേട്ടോ. നമുക്കിതെല്ലാം ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇത് ഗ്ലിറ്റർ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ, അതായത് ബാക്കി വന്ന റെസിനിൽ ഞാൻ ഗ്ലിറ്റർ ഇട്ട് കൊടുത്തതാണ് ഇതിലൊക്കെ. ഓക്കെ, ഇതും കൂടെ നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അതുപോലെ ബാക്കി വരുന്ന റെസിനൊക്കെ ഉണ്ടെങ്കിൽ വേസ്റ്റായി പോവില്ല. ഇതുപോലെ നമുക്ക് പല ഷേപ്പിലും എന്ത് ചെയ്യാം, ഒഴിച്ചു കൊടുക്കാം, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ ഈ ഒരു വർക്ക് കണ്ടില്ലേ, നമ്മൾ ഇതിൽ എന്താ ചെയ്തിട്ടുള്ളത്, ആൽക്കഹോളിക് ഇങ്ക് അല്ലേ. അപ്പോൾ കണ്ടില്ലേ, ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ്, അതായത് നമുക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ, കണ്ടില്ലേ, നമുക്ക് പുറത്തേക്കും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതാണ് ആൽക്കഹോളിക് ഇങ്കിൻ്റെ പ്രത്യേകത. മൈക്ക പൗഡർ എന്ന് പറയുന്നത് നമുക്ക് നല്ല ഗ്ലേസിങ് ആണ്. അത് ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് ചെയ്യാനേ പറ്റുള്ളൂ, പുറത്തേക്കൊന്നും കാണില്ല. പക്ഷേ ആ ഒരു വർക്കിന് നല്ല ഷൈനിങ് ആയിരിക്കും. ഓക്കെ, അതുപോലെ ഇത് ഒപ്പാക്ക്, അതായത് നോർമൽ പിഗ്മെൻറ്റ്, അതിന് ഒപ്പാക്ക് എന്നാണ് നമ്മൾ പറയുക കേട്ടോ. ഈ ഒരു വർക്കിന് ഈ ഒരു പിഗ്മെൻറ്റിനെ ഒപ്പാക്ക് പിഗ്മെൻറ്റ് എന്ന് പറയും. ഇത് ക്ലിയർ റെസിനിൽ നമ്മൾ ഡ്രൈ ഫ്ലവർ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പുറത്തേക്ക് കുറച്ച് ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതായത് ക്ലിയർ റെസിൻ നമ്മൾ ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കേട്ടോ ഒഴിക്കാനായിട്ട്. നമുക്ക് മോൾഡിൻ്റെ പുറത്തേക്ക് നിൽക്കുന്നത് കാണില്ല, അപ്പോൾ അത് നല്ല ശ്രദ്ധിച്ച് വേണം ഒഴിക്കാനായിട്ടേ. നമ്മൾ പോർ ചെയ്യാന്ന് പറയും, അതായത് ഒഴിക്കുക. റെസിന് നമ്മൾ മോൾഡിലേക്ക് ഒഴിക്കുന്നതിന് പോർ ചെയ്യാന്ന് പറയും കേട്ടോ. നമ്മൾ കത്തി കൊണ്ടാണ് കേട്ടോ. ഇത് ഡീബറിങ് ടൂൾ എന്ന് മറ്റൊരു ടൂളുണ്ട്, ആ ടൂൾ വെച്ചിട്ടാണ് ഇതിങ്ങനെ പോകുന്നതൊക്കെ എടുക്കേണ്ടത്. പക്ഷേ ഡീബറിങ് ടൂളല്ല, ഞാനിവിടെ നൈഫാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതുപോലെ സാൻഡ് പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരതി കൊടുക്കുക. കണ്ടോ, അപ്പോൾ ആ ഒരു ഷാർപ്പായിട്ടുള്ള ഭാഗമൊക്കെ സ്മൂത്തായി കിട്ടും കേട്ടോ. 320 എന്നുള്ള സാൻഡ് പേപ്പറാണേ. അപ്പോൾ നമുക്കിതൊക്കെ വർക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്കിതിന് ഹോൾ ഇട്ട് കൊടുക്കണം. ഹോൾ ഇട്ട് കൊടുക്കാനായിട്ടൊരു ഹാൻഡ് ഡ്രില്ലർ വേണം. ഓക്കെ, അപ്പോൾ ഇതിൽ പല സൈസിലുള്ള നീഡിൽ കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സൈസ് സെലക്ട് ചെയ്തിട്ട് ഹോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിന് ഹോളുള്ള മോൾഡാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മളുടെ ജമ്പറിങ് കടക്കില്ല ചിലപ്പോൾ, മനസ്സിലായോ. അതുപോലെ നമ്മൾ റെസിന് നല്ല മോൾഡിന് ബൾജ് ചെയ്ത രീതിയിലൊക്കെയാണ് പോർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളുടെ ആ ഒരു ഹോൾ അടഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഹാൻഡ് ഡ്രില്ലർ അത്യാവശ്യമാണ് കേട്ടോ. അതുപോലെ ഇതുപോലെ ഒരു ജമ്പറിങ്, അതായത് വട്ടക്കണ്ണി, അതുപോലെ ചെയിന്. ഓക്കെ, നമുക്ക് മാല ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു ചെയിന് വേണം അല്ലേ. അപ്പോൾ ഇത് നമുക്ക് റെഡിമെയ്ഡായിട്ടും അതുപോലെ കട്ട് ചെയ്തെടുക്കുന്ന രീതിയിലുള്ള ചെയിനൊക്കെ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ പല കളേഴ്സിലും കിട്ടും, അതായത് സിൽവർ കിട്ടും, അതുപോലെ കോപ്പർ, ഗോൾഡ്. അപ്പോൾ നമുക്ക് ഏത് വേണോ അത് നമ്മുടെ ഇതിനനുസരിച്ച് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് നീഡിൽ മാറ്റി കൊടുക്കുന്നുണ്ടേ, അത് വളരെ നൈസായിട്ടുള്ളതാണ്. നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ സ്ക്രൂ ഒന്ന് ലൂസാക്കുന്നുണ്ടേ, ലൂസാക്കണം, എന്നാലേ അതിൽ കിടക്കുന്നുള്ളൂ. ഓക്കെ, ഒന്ന് ലൂസാക്കി കൊടുത്തതിന് ശേഷം ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കാം. ഇത് ഓൾറെഡി ഹോളുള്ള കാരണം നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഹോൾ ഇടാനായിട്ട്. അതല്ല, ഹോളില്ലാത്തൊരു വർക്കിലാണ് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും കേട്ടോ അതാവാനായിട്ട്. വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഹോൾ ഇട്ട് കൊടുക്കാൻ. നമ്മുടെ കയ്യിലേക്കൊന്നും ആവാതെ ശ്രദ്ധിക്കണേ.
ഓക്കെ, അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലുള്ള ജംബറിങ് കിട്ടും. അതായത് ഇത് ചെറുതാണ്, അതിൽ കുറച്ച് വലുതാണ്, ഇത് ഏറ്റവും വലുത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ വലുതാണ് നമുക്ക് ആവശ്യം കേട്ടോ. ഇത് നമുക്ക് സിൽവർ കളറിലും ഗോൾഡൻ കളറിലും കോപ്പർ കളറിലൊക്കെ കിട്ടും. അപ്പോൾ ഇതിന് വലുതാണ്. അതായത് നമ്മുടെ ഈ ഒരു പെൻഡൻറ്റ് ഇത്തിരി തിക്കായിട്ടുള്ളതാണ്. അതായത് ഇതിൻ്റെ മോൾഡ് അങ്ങനെയാണ്, കുറച്ച് ഡെപ്ത് ആയിട്ടുള്ള മോൾഡ് ആകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള തിക്കും നമുക്ക് ഈ ഒരു വർക്കിന് വരും അല്ലേ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ജംബറിങ് വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. കണ്ടോ, ഇതാകുമ്പോൾ വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കടക്കും. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ചെറിയ ജംബറിങ്ങും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. പ്ലെയർ വെച്ചിട്ട് തന്നെ നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്യണം കേട്ടോ. കൈ കൊണ്ടൊന്നും ടൈറ്റ് ചെയ്യരുത്, ടൈറ്റ് ആവില്ല. പ്ലെയർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലുള്ള ചെയിൻ, അതായത് ഇത് കട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അതുപോലെ ഇത് റെഡിമെയ്ഡായിട്ട് വരുന്ന ചെയിനാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അല്ലേ, ഇതിലെങ്ങനെയാണ് ചെയിൻ ഇട്ട് കൊടുക്കുന്നത് എന്നുള്ളത് നോക്കാം അല്ലേ. അപ്പോൾ ഈ ഒരു ജംബറിങ്ങിലേക്ക്, ആ ഹോളിലേക്കാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ഹോളിലേക്ക് ഇട്ട് കൊടുക്കുക. അതായത് എൻ്റെ ഈ ചെയിനിൻ്റെ കണ്ണി കുറച്ച് വളരെ ചെറിയ കണ്ണിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഈ ജംബറിങ് കടക്കില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ലോക്കറ്റ്, അതായത് പെൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവും അല്ലേ. ഒരു ഭാഗത്ത് ഫിക്സ് ആയിട്ട് ഇരിക്കില്ല അത്. അങ്ങനൊരു പ്രോബ്ലം ഈ ഒരു ചെയിനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കണ്ണി കുറച്ച് വലുപ്പമുള്ള ചെയിനിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എത്ര ലെങ്ത്താണോ വേണ്ടത് ആ ലെങ്ത്തിനനുസരിച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. മറ്റേ ചെയിൻ നമുക്ക് റെഡിമെയ്ഡായിട്ട് അങ്ങനെ ചെയിനായിട്ട് വരുന്നതാണ്. ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ലെങ്ത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം അല്ലേ. അപ്പോൾ അതിന് മുന്നേ നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് കാണാം. അതായത് ഈ ഒരു ചെയിൻ എത്ര ലെങ്ത് ഉണ്ടോ അതിൻ്റെ സെൻറ്ററിൽ വേണം നമുക്ക് ഈ ഒരു ജംബറിങ്ങിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ജംബറിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ അല്ല, അതായത് നമ്മുടെ ഈ ഒരു ചെയിനിൻ്റെ ഹോൾ ഉണ്ടല്ലോ, ആ കണ്ണിയിലാണ് ഈ ജംബറിങ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതവിടെ ഫിക്സ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ നമ്മുടെ ആ ഒരു പെൻഡൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇളകി പോവില്ല. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ. ഇനി ഇതിന് നമുക്കൊരു ഹുക്ക് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഹുക്ക് വാങ്ങാനായിട്ടൊക്കെ കിട്ടും കേട്ടോ. ഇതുപോലുള്ള പല ഷേപ്പ്, അതായത് W കുളത്ത്, അതുപോലെ ഇതൊരു S കുളത്താണ്, അതുപോലെ W കുളത്തുണ്ട്, അതുപോലെ മറ്റുള്ള കുളത്തുകളൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇടുമ്പോൾ നമുക്ക് ഈ ചെയിനിൻ്റെ എൻഡിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ആ എൻഡിലുള്ള കണ്ണിയിലാണ് നമ്മളിത് ഇട്ട് കൊടുക്കുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ലെങ്ത്ത്, അതായത് നമുക്ക് എത്ര ലെങ്ത്ത് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മനസ്സിലായില്ല ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ചെയിനിൽ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, നമുക്ക് അടുത്തത് ഉണ്ടാക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിന് സെറ്റായിട്ട് നമുക്കൊരു ഇയർ ഹാങ്ങിങ്ങും ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ നമുക്കിനി അടുത്തൊരു ചെയിൻ കൂടെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് ക്ലിയർ റെസിനിൽ ഡ്രൈ ഫ്ലവർ വെച്ചിട്ടുള്ളതാണ്. അതുപോലെ ഇതിൻ്റെ മോൾഡ് വളരെ തിന്നായിട്ടുള്ള മോൾഡാണ് കേട്ടോ. കണ്ടില്ലേ, മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? വളരെ തിന്നായിട്ടുള്ള മോൾഡ്, അതായത് അധികം ഡെപ്ത് ഇല്ല. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചെറിയ ജംബറിങ് മതിയാവും കേട്ടോ.
നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ആദ്യം ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ്. നമ്മൾ വീണ്ടും ഒരു ജമ്പ് റിങ് ഇട്ട് കൊടുക്കുക, അതിനുള്ളിലേക്ക് ചെയിൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ വലിയ പെൻഡൻ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ചെയിൻ നമ്മൾ ചൂസ് ചെയ്യുക. ഇതിപ്പോൾ ഒരു ചെറിയ അധികം കനമില്ലാതെ വളരെ തിന്നായിട്ടുള്ള ഒരു പെൻഡൻ്റാണ് അല്ലേ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയിനും ചൂസ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിനിപ്പോൾ ഈ ഒരു ചെയിന് ആപ്റ്റാണ്, അതായത് കുഴപ്പമില്ല. അതിന് പകരം നമ്മൾ കുറച്ച് കനത്തിലുള്ള, അതായത് കുറച്ച് വലിയ ചെയിൻ ഇട്ട് കൊടുത്താൽ അത് ബോറായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. പിന്നെ അതൊക്കെ ഓരോരുത്തർ പേഴ്സണലി ഇഷ്ടങ്ങളാണ്, എങ്കിലും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഇതിൽ ചെയ്യാം. ഇതിൽ ഞാനൊരു സിൽവർ കളറാണ് കേട്ടോ കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ റെസിനിലൊക്കെ റോസിൻ്റെ പെറ്റലുണ്ടല്ലോ, റോസ് പെറ്റലൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയാണ് ആ ഒരു വർക്ക് കാണാനായിട്ട് കേട്ടോ. അതുപോലെ നമ്മുടെ ഗോൾഡൻ ഫ്ലേക്സ് ആണെങ്കിലും ഗോൾഡൻ ലീഫ് ആണെങ്കിലും അതും ഈ റോസ് പെറ്റലൊക്കെ ഇട്ടിട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. നമുക്കൊരു ബേസിക് കിട്ടിയിട്ടുണ്ട്, അതായത് റെസിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റും ആ ഒരു മിക്സിങ്ങും എല്ലാം ക്ലിയർ ആണെങ്കിൽ നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏത് വർക്കും ചെയ്യാനായിട്ട് പറ്റുമേ. എപ്പോഴും ഈ ഒരു വർക്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ആയിരിക്കുക, മനസ്സിലായോ? അല്ലാതെ ജസ്റ്റ് ഇതൊന്ന് നോക്കുക അതോടുകൂടി നിർത്താതെ നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ആക്കുക, അപ്പോഴേ നമുക്ക് ഓരോരോ മോഡൽസ് കിട്ടുള്ളൂ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇനി ഇതിലേക്ക് ഞാൻ സെപ്പറേറ്റ് ജമ്പ് റിങ് കൊടുക്കുന്നില്ല കേട്ടോ. ചെയിൻ നേരിട്ടിട്ട് അതിലേക്ക് കൊടുക്കണേ. ഓക്കെ, അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചെയിനും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇയർ ഹാങ്ങിങ് ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾ മോൾഡ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ ഒരു ഇയർ ഹാങ്ങിങ് ഒക്കെ ചെയ്യുമ്പം നമുക്ക് 2 എണ്ണം വേണം അല്ലേ. അപ്പോൾ ആ ഒരു മോൾഡിൽ സെയിം പാറ്റേൺ എന്ത് ചെയ്യുക, 2 എണ്ണം ഉണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതല്ലെങ്കിൽ നമുക്കൊരു ക്ലിയർ റെസിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും ചെയ്യാം, കുഴപ്പമില്ല. അല്ലാതെ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു കളർ മിക്സൊക്കെ ചെയ്യുമ്പം അതേ സെയിം കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും, മനസ്സിലായോ? അപ്പോൾ എപ്പോഴും അങ്ങനെ നോക്കിയിട്ട് വാങ്ങാം കേട്ടോ. അതായത് ഇപ്പോൾ ഒരു മോഡൽ തന്നെ നമുക്ക് 1-2 എണ്ണമൊക്കെ ഒന്നിൽ കൂടുതലായിട്ടുള്ള ഷേപ്പുകൾ ഉണ്ടാവും. ഒരേ ഷേപ്പ് തന്നെ ഒന്നിൽ കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വാങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഈ ഒരു ജമ്പ് റിങ് ഇട്ട് കൊടുക്കുക, നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ഏതൊരു വർക്കാണെന്നുണ്ടെങ്കിലും ജമ്പ് റിങ് ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതും പ്ലെയർ കൊണ്ട് തന്നെ നന്നായിട്ട് ടൈറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഇതിലേക്ക് വീണ്ടും ഒരു ചെറിയ ജമ്പ് റിങ് ആണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഹാങ്ങിങ് വേണം അല്ലേ. ഹാങ്ങിങ് നമുക്ക് ഇത് ഗോൾഡൻ കളറിലും സിൽവർ കളറിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഇനി ഈ ഒരു ഹോളിലേക്ക്, അതായത് നമ്മുടെ ഹാങ്ങിങ്ങിൻ്റെ അടിയിൽ ഒരു ഹോൾ ഉണ്ടാവും. ഓക്കെ, ആ ഒരു ഹോളിലേക്ക് നമ്മൾ ഈ ജമ്പ് റിങ് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇയർ ഹാങ്ങിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളാണ് ഇതൊക്കെ അല്ലേ. നമുക്കൊരു ഐഡിയ കിട്ടിയാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് തനിയെ വന്നോളും, മനസ്സിലായോ? അപ്പോൾ ഒരു ഐഡിയ കിട്ടുക, അത്രയേ ഉള്ളൂ. ഇനി ഇതുപോലത്തെ ഒരെണ്ണം കൂടെ നമുക്ക് ഉണ്ടാക്കണേ.
അപ്പോൾ ഇനി ഒരു സ്റ്റഡ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നോക്കാം അല്ലേ. അപ്പോൾ അതിന് ഫ്ലെക്സ് ക്യുക്കാണ് കേട്ടോ വേണ്ടത്. ഫ്ലെക്സ് ക്യുക്ക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ഇതിന് ഒരു ബേസ് വേണം അല്ലേ, സ്റ്റഡ് ബേസ് ഉണ്ട്, അത് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്യാപ്പ്, അതായത് നമുക്കൊരു സ്റ്റഡ് ബേസിന് ക്യാപ്പ് വേണ്ടേ, ആ ഒരു ക്യാപ്പും നമുക്ക് വേണം. ഇനി ഒരു ഫ്ലെക്സ് ക്യൂക്ക് നമുക്കിതിലേക്ക് നേരിട്ട് ഒഴിച്ചു കൊടുക്കാം. നേരിട്ട് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പുറത്തേക്ക് പോവരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്കിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പം ആ ഒരു വർക്ക് ഡാമേജ് ആയി പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ഒഴിക്കാൻ പേടിയുള്ളവർക്ക്, അതായത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചിരട്ടയിലോ ഇതിലെങ്കിലും കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം ഈ ഒരു സ്റ്റഡ് ബേസ് തന്നെ നിങ്ങൾ അതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് കൊടുത്താലും മതി. അല്ലെങ്കിൽ ബഡ്സോ എന്തെങ്കിലും കൊണ്ട് ഈ സ്റ്റഡ് മിൽക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്റ്റഡ് ബേസ് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒരു സെക്കൻഡ് നേരം ഇരുന്നാൽ മതി കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും, സെറ്റായി കിട്ടും. ഓക്കെ, സെറ്റായിട്ടുണ്ട് കേട്ടോ. വേണ്ടില്ല, ഇത്രയേ ഉള്ളൂ സ്റ്റഡ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതിനൊരു ക്യാപ്പ് ഇട്ട് കൊടുക്കാം അല്ലേ. ഈ ഫ്ലെക്സ് കൊണ്ട് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് നമുക്ക് സ്റ്റഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മോൾഡിലൊക്കെ ഹോളുള്ള ഇതാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഹോളില്ലാത്ത ഇത് ചൂസ് ചെയ്യാം, മനസ്സിലായോ. നമുക്ക് സ്റ്റഡ് അല്ലേ, അപ്പോൾ നമ്മൾ ബാക്കിലാണല്ലോ സ്റ്റഡിൻ്റെ ബേസ് വെക്കുന്നത്. ഹാങ്ങിങ് ആണെങ്കിലാണ് നമുക്ക് ആ ഹോളിൻ്റെ ആവശ്യമുള്ളൂ. ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു സ്റ്റഡ്. ഇത് ക്ലിയർ റെസിനിൽ ഗോൾഡൻ ലീഫ് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഇതൊക്കെ നമുക്ക് പെൻഡൻ്റായിട്ട് യൂസ് ചെയ്യാം. അതല്ല കീ ചെയിൻ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നമുക്ക് കീ ചെയിനായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ഈ ചെറിയ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കീ ചെയിൻ്റെ ചാംസ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സ്റ്റഡായിട്ടോ, അതായത് ഒരു മോൾഡ് ഒരു പർപ്പസിനുള്ളതല്ല, മനസ്സിലായല്ലോ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇയർ ഹാങ്ങിങ് ആയിട്ടും അതുപോലെ തന്നെ പെൻഡൻ്റായിട്ടും ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫസ്റ്റ് ചെയ്യുന്നത് ഇയർ ഹാങ്ങിങ് ആണ്. നമ്മൾ ഫസ്റ്റ് ജംപ് റിങ് ഇട്ട് കൊടുത്തു, അതിലേക്ക് ഹാങ്ങിങ് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ അതൊരു ഹാങ്ങിങ് ആയി അല്ലേ. ഇനിയിപ്പോൾ അത് നമുക്ക് കീ ചെയിൻ ആണെന്നുണ്ടെങ്കിലോ അതിന് ചാംസ് ആയിട്ട് യൂസ് ചെയ്യാം, മനസ്സിലായല്ലോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഏത് രീതിക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ 2 ഹാങ്ങിങ് ചെയ്തു അല്ലേ. അതുപോലെ ഒരു സ്റ്റഡും ചെയ്തെടുത്തു. ഇപ്പോൾ മനസ്സിലായില്ലേ ഹാങ്ങിങ് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതും പെൻഡൻ്റ് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതും അല്ലേ. ഇനി നമുക്കിത് ചെയിൻ ഇട്ട് കൊടുക്കുക ഇതിൽ കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റുള്ള ചെയിൻ ചെയ്തതുപോലെ തന്നെ ഇതിലേക്ക് ചെയിൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ജംപ് റിങ്ങും കൂടെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടെ ഒരു ഇതായി കിടക്കുള്ളൂ കേട്ടോ. നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ ഇത് നമുക്ക് ഒരു മാലയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് മോഡൽ ചെയ്യുന്നത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ബേസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മൾ. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. കണ്ടോ, നല്ല ഫിനിഷിങ്ങിൽ തന്നെ ഇതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ബേസിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് UV റെസിനാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. കാരണം കുറഞ്ഞ എമൗണ്ട് മതിയല്ലോ ഇതിലേക്കൊക്കെ റെസിന്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് UV റെസിനും ഹാർഡനറും മിക്സ് ചെയ്തിട്ട് വരുന്നതാണ് അല്ലേ.
അപ്പോൾ ഏറ്റവും ബെറ്റർ ഈ ഒരു വർക്കിനൊക്കെ ഏറ്റവും ബെറ്റർ നമുക്ക് UV റെസിനാണ്. ഇതിന് ഹോളില്ല, അപ്പോൾ നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതൊക്കെ വളരെ തിന്നായിട്ടുള്ളതാണ്, അപ്പോൾ പെട്ടെന്ന് ഹോള് വരും കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, ജമ്പറിങ് ഇട്ട് കൊടുക്കാം. ജമ്പറിങ് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ചെയിൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ ഇതിൽ ചെയ്യുന്ന വർക്ക്. മനസ്സിലായല്ലോ? വളരെ സിമ്പിളാണ് കേട്ടോ ഈ വർക്കുകളൊക്കെ. ഇത് നമ്മുടെ ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ, ബ്രേസ്ലെറ്റിൻ്റെ ഒരു ബേസിലാണ് ജസ്റ്റ് കാണിക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ മറ്റുള്ള വർക്കുകളൊക്കെ ചെയ്തതുപോലെ തന്നെയാണ്. ഇതിന് രണ്ട് സൈഡിലും എന്തുണ്ട്, ഹോളുണ്ട്. കണ്ടോ, ചെയിൻ ഇടാനായിട്ടുള്ള ഹോളുണ്ട്. രണ്ട് സൈഡിലും ജമ്പറിങ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് എത്ര ലെങ്ത്ത് വേണമെന്ന് വെച്ചാൽ ആ ലെങ്ത്തിനനുസരിച്ചിട്ടുള്ള ചെയിനും ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ നമുക്ക് എത്ര ലെങ്ത്ത് വേണമെന്ന് വെച്ചാൽ ആ ലെങ്ത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ ചെയിൻ കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഹുക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ലോക്കറ്റിൽ ഞാൻ പേര് എഴുതിയിട്ടുണ്ടേ. അപ്പോൾ ഈ ഒരു ഇതിൽ കുറച്ച് റെസിൻ പുറത്തേക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒരു കത്തി കൊണ്ടൊന്നിങ്ങനെ എന്ത് ചെയ്യാം, ഒരതി കൊടുത്താൽ അത് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചെയിൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് ജമ്പറിങ് ആദ്യം ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്കും ഈ ചെയിൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ പറയുക, ഒപ്പാക്ക് വെച്ചിട്ട് ചെയ്തു, അതായത് നോർമൽ പിഗ്മെൻറ്റ് വെച്ചിട്ട് ചെയ്തു, ആൽക്കഹോളിക് ഇങ്ക് വെച്ചിട്ട് ചെയ്തു, അതുപോലെ മൈക്ക പൗഡർ. ഈ ഒരു 3 മെത്തേഡിലും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെയിൻ ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ കുറച്ച് വലിയ ചെയിൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ജമ്പറിങ് ഇടുക. ഇത് വേണ്ട, നമുക്ക് കുറച്ച് വലുത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു കളർ വെച്ചിട്ടും നമുക്ക് വർക്കുകളൊക്കെ ചെയ്യാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായാൽ മതി. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതിന് ലെങ്ത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാം. ഞാനിവിടെ കട്ട് ചെയ്യുന്നില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നുള്ളൂ. അതുപോലെ ഹുക്ക് ഇട്ട് കൊടുക്കുക. എത്ര ലെങ്ത്ത് വേണോ ആ ലെങ്ത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, മനസ്സിലായില്ലേ ഇപ്പോൾ എല്ലാവർക്കും?